എന്താണ് സൂര്യാഘാതം അഥവാ ഹീറ്റ് സ്ട്രോക്ക്? ശരീരത്തിന്റെ താപനിയന്ത്രണ സംവിധാനം നിർവീര്യമാക്കുന്ന അപകടകരമായ അവസ്ഥയാണ് സൂര്യാഘാതം. വേനൽക്കാലങ്ങളിൽ വെയിലിൽ അമിതമായി വ്യായാമമോ കഠിനാധ്വാനമോ ചെയ്യുമ്പോൾ ശരീര താപനില ഉയരുകയും താപനിയന്ത്രണ സംവിധാനം താറുമാറാവുകയും ചെയ്യുന്നു. ഇത് ശരീര താപനില നിയന്ത്രണാതീതമായി ഉയർത്തുകയും നമ്മുടെ അവയവ വ്യവസ്ഥകളുടെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കുകയും ചെയ്യുന്നു. ഇതിനെ എക്സേർഷണൽ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നു. പ്രായമായവരിലും കുട്ടികളിലും വ്യായാമമോ മറ്റോ ഇല്ലാതെ തന്നെ ഉയർന്ന അന്തരീക്ഷോഷ്മാവ് മൂലം ഇത് സംഭവിക്കാം. ഇതിനെ ക്ലാസിക് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ? അമിത ശ്വാസോച്ഛ്വാസം, ഉയർന്ന ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം കുറയൽ, ബോധം നഷ്ടപ്പെടുക, ഉയർന്ന ശരീരോഷ്മാവ്. എന്തു ചെയ്യണം? ഉടനെ മെഡിക്കൽ എമർജൻസി സംവിധാനത്തെ വിവരം അറിയിക്കുക. സൂര്യാഘാതത്തിൽ പ്രാഥമിക ശുശ്രൂഷയാണ് പരമപ്രധാനം. എത്രയും വേഗം രോഗിയെ തണലിലേക്ക് മാറ്റി കട്ടിയുള്ള വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുക. ശരീരം തണുപ്പിക്കാനായി തണുത്ത വെള്ളത്തിൽ രോഗിയെ കിടത്തുകയോ തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണി കൊണ്ട് ശരീരം പൊതിയുകയോ ചെയ്യുക. ഫാനോ മറ്റോ ഉപയോഗിച്ച് തണുത്ത കാറ്റ് ശരീരത്തിലേക്ക് വീശുക. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. എങ്ങനെ തടയാം? വേനൽക്കാലങ്ങളിൽ നന്നായി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. കട്ടി കുറഞ്ഞ വസ്ത്രം ധരിക്കുക. വെയിലിലുള്ള അമിതമായ വ്യായാമവും കഠിനാധ്വാനവും ഒഴിവാക്കുക. ദിവസവും കുളിക്കുക. ശ്രദ്ധിച്ചാൽ തടയാവുന്നതും ദ്രുതഗതിയിൽ പരിഹരിച്ചില്ലെങ്കിൽ ജീവൻ നഷ്ടമായേക്കാവുന്നതുമായ ഒരു ഗുരുതരാവസ്ഥയാണ് സൂര്യാഘാതം.